സംസ്ഥാനത്തുടനീളം ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. ആളപായം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തിരുവനന്തപുരം കാര്യവട്ടം പുല്ലാനിവിള റോഡിന് കുറുകെ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി ബന്ധവും തകരാറിലായി. അഗ്നിശമന സേന യൂണിറ്റുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സുലേഖയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സുലേഖ, എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? സംസ്ഥാനങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. തിരുവനന്തപുരം കഴക്കൂട്ടത്താണ് ഇത്തരത്തിൽ മരം വീണ് ഗതാഗതവും വൈദ്യുതിയും ഒക്കെ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വലിയ രീതിയിലുള്ള മഴയ്ക്കൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു കാറ്റ് ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ കഴക്കൂട്ടം മേനംകുളത്താണ് കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടത്. നിരവധി വൈദ്യുതി ലൈനുകളും ഈ മരം വീണതിനെ തുടർന്ന് നിരവധി വൈദ്യുതി ലൈൻ പോസ്റ്റുകളും വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുമ്പയിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. വൈകിട്ട് 6:30യോടെയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം തുമ്പ മേനംകുളത്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. മേനംകുളം, തുമ്പ, കഴക്കൂട്ടത്തിന്റെ വിവിധ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ തന്നെയും വൈദ്യുതി മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അഗ്നിരക്ഷാ സേന അവിടെ എത്തി വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് ശ്രമം നടത്തിയിരുന്നു. നിരവധി യൂണിറ്റുകൾ എത്തിയതിനു ശേഷം കഴക്കൂട്ടത്തിൽ നിന്നും 2 യൂണിറ്റ് എത്തിയിരുന്നു അഗ്നിരക്ഷാ സേനയുടെ. അതിനൊപ്പം തന്നെ ഈ കഴക്കൂട്ടം, ചാക്ക, വെഞ്ഞാറമൂട് എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനയും എത്തിയതിനു ശേഷമാണ് മരങ്ങൾ മുറിച്ചു മാറ്റുന്ന ഒരു പ്രവൃത്തിയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കാര്യവട്ടം പുല്ലാനിവിള റോഡിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ മരങ്ങൾ മുറിച്ചു മാറ്റുന്ന ഒരു പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി വൈദ്യുതി പുനഃസ്ഥാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. ഇത്തരത്തിൽ മഴ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചുള്ളത്. മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് എന്ന് പറഞ്ഞു. സുലേഖയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്.